إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ചറബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞു ചെയ്ത പാപങ്ങളുണ്ട്, അറിയാതെയും പാപങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അല്ലാഹുവേ, നീയാണ് പാപങ്ങൾ പുറത്തു തരുന്നവൻ. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, എപ്പോഴും നമുക്ക് ഇസ്തിഗ്ഫാർ വേണം. നമ്മളൊക്കെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം ചെയ്യണ്ട എന്നല്ല, നന്മകൾ വർദ്ധിപ്പിക്കണ്ട എന്നല്ല, മറിച്ച് പോരാ എന്ന ചിന്ത എപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം വേണം. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ ബർക്കത്ത് ലഭിക്കാൻ വേണ്ട ചില കാര്യങ്ങളെ കുറിച്ചായിരുന്നു. ഒന്നാമത് നമ്മൾ പറഞ്ഞു, തഖ്വയുള്ളൊരു ജീവിതം ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ കാത്തു സൂക്ഷിച്ചാലാണ് ഒരു ബർക്കത്തുള്ള ജീവിതം കുടുംബത്തിന് ലഭിക്കുക. രണ്ടാമത് നമ്മൾ പറഞ്ഞത് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ദിക്ർ ചൊല്ലണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഇഫ്ശാഉസ്സലാം,
നമ്മൾ ഭാര്യയ്ക്ക് സലാം പറയണം, ഭർത്താവിന് സലാം പറയുന്ന ഭാര്യയാകണം, മക്കൾക്ക് സലാം പറയണം. ഈ ഒരു സംസ്കാരം നമ്മുടെ വീട്ടിലിങ്ങനെ നിഴലിച്ച് നിൽക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഭർത്താവ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് എന്ന സന്തോഷത്തോടെ ഭാര്യയുടെ കൈ പിടിച്ച് അല്ലെ, മണിയറ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഇന്നും മണിയറയുണ്ട്. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം റൂമിനെ അല്ല മണിയറ എന്ന് പറയുന്നത്, നമ്മൾ താമസിക്കുന്ന ആ റൂം എന്നും മണിയറയായിരിക്കണം. അത് എത്ര പ്രായമായാലും. ഞാനിങ്ങനെ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോ വലിയ പ്രയാസം അവിടെ നമുക്കൊക്കെ തോന്നാറുണ്ട്. വാപ്പയമ്മ ഒരു വയസ്സായി കഴിഞ്ഞാൽ രണ്ട് ചെറിയ കട്ടില് വാങ്ങിയിട്ട് ഒരു കട്ടില് എന്ത് ചെയ്യും, അപ്പുറത്തും ഒരു കട്ടില് ഇപ്പുറത്തും ഇട്ടുകൊടുക്കുന്ന മക്കളെ നമ്മൾ കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു റൂമിൽ ഉമ്മയും മറ്റൊരു റൂമിൽ വാപ്പയെയും കൊണ്ടുപോയി ആക്കുന്ന പല രൂപങ്ങളുണ്ട്. അതല്ലെങ്കിലോ ഒരു മോന്റെ അടുത്ത് ബാപ്പ, ഒരു മോന്റെ അടുത്ത് ഉമ്മ. സഹോദരങ്ങളെ, ദാമ്പത്യ ജീവിതവും കുടുംബ ജീവിതവും പ്രായം കണക്കാക്കി ചെയ്യേണ്ടതോ ജീവിക്കേണ്ടതോ അല്ല. അത് മരിക്കണവരെ അതിങ്ങനെ കൊണ്ടടക്കാൻ പറ്റും. അതിനൊരു പുതുമയുണ്ടായിരിക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്നറിയാം, നമ്മൾ ഈ ദുനിയാവിൽ കാണുന്ന മറ്റൊന്നുമല്ല, അവർ രണ്ടുപേരുടെ അടുക്കൽ ദീനുണ്ടായിരിക്കുക എന്നുള്ളതാണ്. നല്ല ദീനുള്ള അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നീ ദീനുള്ളവനെ എന്ത് ചെയ്യുക, നീ ഏറ്റവും അധികം തെരഞ്ഞെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നിന്റെ കൈ മണ്ണിൽ പുരളേണ്ടി വന്നാലും ശരി. അല്ലെ, ഭാര്യയുടെ ഭർത്താവിന്റെ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പോ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അയാളായിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ അയാൾ ഇങ്ങനെ പറയാ, അനിയന്റെ കല്യാണം നടക്കണില്ല. അതിങ്ങനെ പറഞ്ഞ് അയാൾ പറഞ്ഞ കാര്യം എന്താണെന്നറിയും, അവൻ ഇളയ മോനാണ്. എന്റെ അനിയൻ എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പുറത്തേക്കില്ല. അപ്പൊ അനിയന്റെ കല്യാണം നടക്കാത്തതിന്റെ കാരണം അവൻ അന്വേഷിക്കുന്ന പെണ്ണുങ്ങളുടെ ഒക്കെ ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ വാപ്പാനും ഉമ്മാനെ നോക്കാൻ പറ്റൂല, ആ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഞങ്ങൾ കല്യാണത്തിനുള്ളൂ. അത് ചോദിക്കണാരെന്നറിയോ, പെണ്ണിന്റെ ആ വാക്ക് പറയാൻ പറ്റൂ. ഉപ്പ നമ്മൾ മാന്യായിട്ട് പറയും, ശരിക്കും അങ്ങനെയല്ല പറയണ്ടേ അല്ലേ? ഉപ്പ, പെണ്ണിന്റെ ഉപ്പ ചോദിക്കണ്ടെന്നറിയോ, ഈ കാർന്നോമാരെന്റെ കുട്ടി നോക്കേണ്ടി വരുമോ? ആരാ ചോദിക്കണേ? നാളെ തങ്ങളെ നോക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് മക്കളെ പ്രാപ്തിയും ബോധവുമുള്ള വളർത്തേണ്ട വാപ്പമാരാ ചോദിക്കണേ. ഭർത്താവിന്റെ ഉപ്പയെയും ഉമ്മയെയും നോക്കേണ്ട ഉത്തരവാദിത്തം എന്റെ മോൾക്ക് വരുമെങ്കിലില്ല, ആ വീട്ടിലേക്ക് കെട്ടിച്ചുവിടാൻ, വിവാഹം ചെയ്തു വിടാൻ ഞങ്ങൾ തയ്യാറില്ല. ഇത് പച്ചയായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. എന്തേ നഷ്ടപ്പെട്ടതെന്നറിയോ? എല്ലാം നമ്മൾ കുടുംബത്തിന് കൊടുത്തു, പക്ഷെ ദീൻ കൊടുക്കുന്നിടത്ത് മറവി സംഭവിക്കുന്നുണ്ട്. മതബോധം കൊടുക്കുന്നിടത്ത് മറവി സംഭവിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ ഓടി നടക്കുന്ന നാമെങ്ങാനും ഒന്ന് തളർന്നു വീണാൽ, ഒരു ബെഡിലായി കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് വെളുപ്പിന് 3 മണിക്കൊക്കെ നിസ്കാരപ്പായി കൊണ്ടുവന്ന് കിബിലക്ക് നേരെയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ, റബ്ബേ എന്റെ ഉപ്പാക്ക് ഈ രോഗശമനം കൊടുക്കണേന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യയാണോ എന്റെ ഭാര്യ? അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുടുംബ സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത് വെറുതെ പറഞ്ഞല്ലേ. തളർന്നു കിടക്കുന്ന ഉപ്പാന്റെ തൊട്ടടുത്ത് നിന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന പൊന്നുമോള് കരഞ്ഞു റബ്ബിനോട് പ്രാർത്ഥിക്കാൻ, എന്റെ ഉപ്പാന്റെ ആ ശബ്ദം ഒന്ന് തിരിച്ചു കൊടുക്കണേ അല്ലാ. നന്നായിട്ട് മക്കളേന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഒപ്പം നടന്നിരുന്ന ഉപ്പ ഇന്ന് സംസാരിക്കണില്ല. എന്തൊരു അസുഖാണ് അല്ലേ? തഹജ്ജുദിന് എഴുന്നേറ്റ് നോക്കുമ്പോ പിന്നിൽ നിന്നൊരു വിളി കേൾക്കുന്നുണ്ട്, മോളേന്ന് വിളിക്കുന്നത് ആ ബെഡിൽ കിടക്കുന്ന ഉപ്പയാണ്. സഹോദരങ്ങളെ, ഇത് ഏതെങ്കിലും ചരിത്രങ്ങൾ പറയല്ല. കുറെ ആളുകൾ പ്രാർത്ഥനയുടെ വിലയെ പരിചയപ്പെടുത്തിയപ്പോ അവരുടെ അനുഭവങ്ങൾ അവർ പങ്കുവെക്കുന്നതിൽ നിന്ന് കിട്ടിയതാണ്. ആലോചിച്ചോക്കെ, ഇതാണ് നമ്മുടെ കുടുംബത്തിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. നമ്മളിങ്ങനെ ഓടിപ്പോയിട്ടോ തിരക്ക് പിടിച്ച് ജീവിച്ചിട്ടോ സമയമില്ല എന്ന് കുറെ പറഞ്ഞിട്ടോ, സഹോദരങ്ങളെ, എങ്ങോട്ടാ നമ്മൾ ഈ തിരക്ക് പിടിക്കണേ? എപ്പോഴും പറയണ്ടല്ലോ, നമ്മൾ തിരക്ക് പിടിക്കണത് നമ്മുടെ 6 അടി മണ്ണിലേക്കാണ്, മരണത്തിലേക്കാണ്. ആ മയ്യത്തിൻ കട്ടിലിൽ കിടന്ന് മറ്റുള്ളവരിങ്ങനെ അതിങ്ങനെ പിടിച്ചു കൊണ്ടുപോയി 6 അടി മണ്ണിലേക്ക്
ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടാനുള്ള തിരക്ക് മാത്രമേ നമുക്കുള്ളൂ എന്നത് നമ്മൾ ആരും മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് ഒരു ശ്രദ്ധ വേണം. നമ്മുടെ അടിയിൽ ജീവിച്ചു വരുന്ന നമ്മുടെ മക്കൾക്ക് സ്വർഗം കിട്ടണം. നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരു കല്യാണത്തിന് വണ്ടിക്കിങ്ങനെ പോകുമെന്ന് സന്തോഷം അല്ലേ, നമ്മളൊരു യാത്ര പോയപ്പോ സന്തോഷം, എന്തൊരു വൈബായിരുന്നു അല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലോ കുടുംബത്തോടൊപ്പം കൈപിടിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു ലക്ഷ്യം നമുക്കുണ്ടോ? ആ ആഗ്രഹം എന്നെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ഭാര്യയുടെ കൈപിടിച്ച് എന്റെ മക്കളോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം സഹോദരങ്ങളെ വെറുതെ കിട്ടൂല. കുടുംബത്തെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞത് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ വീടുകളിൽ പാരായണം ചെയ്യുന്ന വീടുകളിൽ എന്തുണ്ടാകും? ബർക്കത്ത് ഉണ്ടാകും. എന്താണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ? വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ, ഇത് ബർക്കത്താക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഇത് ബർക്കത്താക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഇതെന്ത് ചെയ്യണം? എല്ലാവരും പാരായണം ചെയ്യണം. വീട്ടിൽ നിന്ന് ഭാര്യ പാരായണം ചെയ്യണം, മക്കൾ പാരായണം ചെയ്യണം. അതിന് ചില സമയങ്ങളൊക്കെ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും ഒക്കെ ഇരുന്ന് വാപ്പ ഉമ്മാനോട് ചോദിക്കുക, നീ എത്ര ഹിഫ്ളായി? ഞാൻ അമ്മ ജുസ് കഴിഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാ. വാപ്പ പറയാ, ഭാര്യനെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്തു പറയാ, ഓ നീ അത്ര എനിക്ക് അവിടെ എത്താൻ പറ്റിയിട്ടില്ല, ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും ഇതിനെ വെട്ടിക്കും. ഞാൻ വെട്ടിക്കും. മക്കളോട് ചോദിച്ചു, മക്കൾ പറഞ്ഞു വാപ്പും അവിടെ വെട്ടിക്കാതെ ഞങ്ങൾ മുലിക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ 2 ജ്യൂസുകൾ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴും ഒന്നിലും നിൽക്കണം, ഞങ്ങൾ 2 ജ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മത്സരം ഉണ്ടായിരിക്കണം വീട്ടിൽ. എന്തിന്റെ വിഷയത്തിലാ? ഖുർആൻ പഠിക്കുന്നിടത്ത്, ഖുർആനിന്റെ പഠന രംഗത്ത്. അൽഹംദുലില്ലാ, വീണ്ടും നമ്മുടെ പള്ളിയിൽ മഹല്ലിൽ എന്ത് ചെയ്തു? ഖുർആൻ പഠന ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ചകളിൽ എല്ലാ മഗ്‌രിബിന് ശേഷവും ക്ലാസ് ആരംഭിക്കും. നമ്മൾ എത്ര പേർ ആ സമയത്ത് കൃത്യമായി കുറ്റപ്പെടുത്തി കുടുംബസമേതം ആ ക്ലാസ്സിൽ വന്നു ചേരുന്നുണ്ട് എന്നത് നമ്മൾ ആലോചിക്കണം. സഹോദരങ്ങളെ, കിട്ടാനുള്ളത് ഇതൊക്കെ തന്നെയുണ്ട്, നഷ്ടപ്പെടുന്നതും ഇതൊക്കെ തന്നെയാണ്. വേറെ ഒന്നും ജീവിതത്തിൽ നഷ്ടമല്ല. നന്മകളുടെ ജീവിതം മുന്നോട്ട് പോകാൻ എന്തൊക്കെ നമുക്ക് നേടാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ ലാഭമാണ്. നന്മകൾ ഏതൊക്കെ നമ്മൾ ഒഴിവാക്കിയോ അതൊക്കെ നമ്മുടെ നഷ്ടമാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്നിടത്തും കേൾക്കുന്നിടത്തുമൊക്കെ നമ്മൾ സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം, അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞത്? അൽ ബൈത്തുല്ലദീ യുഖറഉ ഫീഹി അൽ ഖുർആൻ യുക്ഫറു ഖൈറാ. ഒരു വീട്, ആ വീട്ടിൽ അധികമായി ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ധാരാളം ഖൈറുണ്ടാകും. വയുവസ്സിഉ അലാ അഹ്ലിഹി. ആ വീട്ടിലെ എല്ലാവർക്കും വലിയ വിശാലമായ മനസ്സുണ്ടാകും. നമ്മുടെ വീട്ടിലെ കുടുസമായ മനസ്സാണെങ്കിൽ ഒന്നും ഉൾക്കൊള്ളാനും പറഞ്ഞിട്ടങ്ങനെ തിരിയണമില്ല, കേൾക്കണമില്ല എന്ന അവസ്ഥയാണെങ്കിൽ അവിടെ എന്തൊരു പ്രശ്നമുണ്ട്. ഖുർആനുമായിട്ട് ആ കുടുംബത്തിന് ബന്ധമില്ല, നമ്മുടെ മക്കൾക്ക് ബന്ധമില്ല, നമ്മുടെ ഭാര്യക്ക് ബന്ധമില്ല, നമുക്ക് ബന്ധങ്ങളില്ല. ഖുർആനുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കണം. അതിങ്ങനെ വീട്ടിൽ പാരായണം ചെയ്യുന്ന വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. പിശാചുക്കൾ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെടുമെന്നുള്ളതാ. എന്നാൽ ഖുർആൻ ഓതാത്ത വീടോ അവിടെ ഖൈറില്ല, അവിടെ ഇടുങ്ങിയ അവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ മലക്കുകൾ അവിടെ ഉണ്ടാവുകയില്ല. വയഹ്ളറഹു ശയാത്തീൻ, അവിടെ മുഴുവൻ പിശാചിന്റെ സാന്നിധ്യമായിരിക്കുമെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്ന വീടുകളിലാണ് ബർക്കത്തുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യഖറഊ സൂറത്തുൽ ബഖറ, നിങ്ങൾ വീടുകളിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. സൂറത്തുൽ ബഖറ നിങ്ങൾ പാരായണം ചെയ്യണം. ഫഇന്ന ഖദഹാ ബറകത്തുൻ വതറകഹാ ഹസ്റാ. അതാരാണോ സ്വീകരിച്ചത് അവർക്ക് ബർക്കത്തുണ്ട്, അതാരാണോ ഉപേക്ഷിച്ചത് അവർക്ക് നാശമാണ്, നഷ്ടമാണ്. ഹസ്റ, അവർ പരാജയപ്പെട്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ ഓതേണ്ട സൂറത്തായി പഠിപ്പിക്കപ്പെട്ടത് ഹദീസുകളിൽ കാണുന്നത് സൂറത്തുൽ ബഖറ, സൂറത്തുൽ കാഫിറൂൻ, സൂറത്തു ഫലഖ്, നാസ്, ഇഖ്ലാസ്, ആയത്തുൽ കുർസി, ആമന റസൂൽ, ഇങ്ങനെ തുടങ്ങി സൂറത്തു മുൽക്ക്, ഇങ്ങനെ തുടങ്ങി. നമ്മളൊക്കെ പലപ്പോഴും നമ്മളൊക്കെ കൂടുതൽ ആളുകൾ ഓടുന്ന സൂറത്ത് യാസീനിനെ കുറിച്ച് പ്രത്യേക സമയങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടില്ല.
പ്രത്യേക പുണ്യങ്ങൾ പറയപ്പെട്ടിട്ടില്ല. ഇത് വെറുതെ പറയണില്ല. അതൊക്കെ ആരോക്കെ എന്ത് ചെയ്തു? അതൊക്കെ ഇങ്ങനെ ഓദിപ്പിച്ചു. ഓതണ്ടെന്നല്ലോ, കൂലി കിട്ടൂല എന്നല്ലോ. പക്ഷെ പ്രത്യേക പുണ്യവും വണ്ണവും അതല്ലെങ്കിൽ കൂലിയും പ്രതീക്ഷിക്കേണ്ടത് വഹയിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, പഠിപ്പിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അല്ലാഹ് പറഞ്ഞു തരണം, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതല്ലാതെ നമ്മുടെ വക ഒരു സൂറത്ത് പറഞ്ഞിട്ട് അതിന് എത്ര കൂലി, ഇത്ര ഈ സമയത്ത് അങ്ങനെയില്ല. ഖുർആനിൽ ബർക്കത്തുണ്ടോ? ബർക്കത്തുണ്ട്. അത് ഏത് സൂറത്ത് ഓതിയാലും ബർക്കത്തുണ്ട്. എന്നാലോ പ്രത്യേകമായി ഓതാൻ പറഞ്ഞ സമയങ്ങളെയും വണ്ണങ്ങളെയും ശ്രദ്ധകളും നമുക്ക് ആ സൂറത്തുകളെ പരിഗണിച്ചുകൊണ്ട് പാരായണം ചെയ്യണമെന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയോ? വീടുകളിൽ ബർക്കത്ത് ലഭിക്കാൻ സ്വലാത്തുൻ നാഫില ഫിൽ ബുയൂത്തി, വീടുകളിൽ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുക. പലപ്പോഴും നമ്മളൊക്കെ വിസ്മരിക്കുന്ന സുന്നത്താണ്, നമ്മളൊക്കെ അലംഭാവം കാണിക്കുന്ന സുന്നത്താണ്. നമ്മളെല്ലാം പള്ളിയിൽ നിസ്കരിക്കും, അല്ലേ? എല്ലാം പള്ളിയിൽ നിസ്കരിക്കും. ശരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, സല്ലൂ അയ്യുഹന്നാസ് ഫീ ബുയൂതികും, അല്ലയോ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിസ്കരിക്കുക. ഫഇന്ന അഫ്ളസ് സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി, തീർച്ചയായും ഒരു മനുഷ്യന്റെ നിസ്കാരങ്ങളിൽ അഫ്ളലായിട്ടുള്ള നിസ്കാരം എന്ന് പറയുന്നത് അവന്റെ വീട്ടിൽ വെച്ചുള്ള നിസ്കാരങ്ങളാണ്. ഇത് പറഞ്ഞു നിർത്തിയ പ്രശ്നമായി. കാരണം എന്താ? ഫർള് നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കണമെന്ന് ചോദിക്കും. അല്ലാഹുവിന്റെ റസൂൽ ബാക്കി പറയാം, ഇല്ല സ്വലാത്തുൽ മക്തൂബ, നിർബന്ധ നമസ്കാരങ്ങൾ ഒഴികെ. അപ്പൊ നിർബന്ധ നമസ്കാരങ്ങൾ പള്ളിയിലും സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിലും, അല്ലെ? വേറെ ചർച്ച ചെയ്തൊരു വിഷയമാണ് സ്ത്രീക്ക് പള്ളി പോകാൻ പറ്റോ? ചില ആൾക്കാർ പറഞ്ഞു ഹറാമാണ് എന്നാ പറയേണ്ട ഒരു പ്രവാചകന്റെ ഭാര്യമാര് ഹറാമ് ചെയ്തു. അങ്ങനെ പറയാനായിട്ട് പറ്റയില്ല. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുമ്പോ ബാങ്ക് കൊടുക്കുമ്പോ ഭാര്യമാര് നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനാത്തുകൾ എന്ത് ചെയ്യുന്നു? വീട്ടിലേക്ക് പായാണ്. അങ്ങനെ ഉണ്ടാവോ? അങ്ങനെ എന്തായാലും ഉണ്ടാവില്ല. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. ആലോചിച്ച് നോക്കിയേ, ബാങ്ക് കൊടുത്തപ്പോ എന്ത് ചെയ്തു? അവര് വീട്ടിലേക്ക് പോകാൻ. എന്താ? പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റൂല. എന്നിട്ടോ നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും പള്ളിയിലേക്ക്. ളുഹറിന് അങ്ങനെ, അസ്ർ ബാങ്ക് കൊടുത്തപ്പോ വീണ്ടും വീട്ടിലേക്ക് പോകാം. ഒരു ഈത്തപ്പനയുടെ അപ്പുറത്താണല്ലോ, വീട്ടിലേക്ക് പോയി അവിടെ നിസ്കരിച്ചു. അങ്ങനെ ഉണ്ടാകും? ഇല്ല. ഇഅ്തികാഫ് എന്ന് പറയുന്നത് പള്ളിയിലാണ്. അവിടെ 10 ദിവസം ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. അതുമാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷവും അവര് പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നു എന്ന് ഹദീസുകളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനർത്ഥം 10 ദിവസത്തിൽ എന്തായിരുന്നാലും ജുമഅയുണ്ട്, ജമാഅത്ത് നിസ്കാരങ്ങളുണ്ട്, ദിക്റുകളുണ്ട്, ഖുർആൻ പാരായണങ്ങളുണ്ട്. ഇതെല്ലാം അവർ പള്ളികളിൽ വെച്ച് നിർവഹിച്ചിരുന്നു എന്നത് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഹരിതിരിക്കുന്ന ഹദീസിലുണ്ട്, സഹാബി വനിതകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ ജമാഅത്തായി സുബ്ഹിന്റെ സമയത്ത് നിസ്കരിച്ചു. എന്നിട്ടോ ഞങ്ങൾ ആ ഇരുട്ടുമായുന്നതിന് മുമ്പ് പള്ളികളിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുമായിരുന്നു. ഇരുട്ടിന്റെ ആ മറ കൊണ്ട് ഞങ്ങളെ ആരും തിരിച്ചറിയുമായിരുന്നില്ല. ഇതൊക്കെ ഹദീസുകളിൽ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഇവിടെ ഒരാൾ ചോദിക്കുകയാണ്, അഫ്ളൽ എന്താണ്? ഒരു പെണ്ണിന് വീടാണോ പള്ളിയാണോ നിസ്കരിക്കാൻ അഫ്ളൽ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വീടാണ്. അഫ്ളൽ എന്താണ്? അത് വീടാണ്. എന്നാ പള്ളിയിൽ നിസ്കരിച്ച നിസ്കാരം മടക്കി നിസ്കരിക്കണോ? വേണ്ട. പള്ളിയിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകും. ജുമുഅക്ക് പങ്കെടുക്കാമോ? പങ്കെടുക്കാം. കാരണം എന്താ? ഇമാം നബവി റഹിമഹുല്ലാഹ് പറയാ അത് അനുവദനീയമാണ്. സ്ത്രീകൾ ജുമുഅക്ക് പങ്കെടുക്കൽ അത് അനുവദനീയമാണ്. ഞാൻ പറഞ്ഞത് പള്ളിയിൽ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്ളൽ വീട്ടിൽ നിസ്കരിക്കലാണ്. അതിന്റെ അർത്ഥം എന്താ? പള്ളിയിൽ സുന്നത്ത് നിസ്കരിച്ചാൽ ശരിയാവൂലെന്നാണോ? അല്ല. നമ്മള് കാര്യം പഠിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? പള്ളിയിൽ സുന്നത്ത് നിസ്കരിച്ചാലും ശരിയാകും, പക്ഷേ അതിന്റെ അഫ്ളൽ എന്താണ്? അത് വീട്ടിൽ പോയി നിസ്കരിക്കലാണ്. ഒരാള് എന്ത് ചെയ്യുന്നു? പള്ളിയിൽ വന്നിട്ട് വേണം, അയാൾക്ക് വേറൊരു യാത്ര ഉണ്ട്, അല്ലെങ്കിൽ കച്ചവടത്തിന് പോകണം, കടയിലേക്കാ പോണേ, നിസ്കരിക്കാൻ വേറെ വകുപ്പൊന്നുമില്ല. അയാൾ എവിടെ നിസ്കരിക്കണം? ഒരു പള്ളിയിൽ നിസ്കരിക്കണം. അല്ലെങ്കിൽ എവിടെ ഉണ്ടാവൂല? വീട്ടിലുണ്ടാവൂല, പള്ളിയിലുണ്ടാവൂല. നിസ്കാരം പോകും. മനസ്സിലായില്ലേ? വീട്ടിലേക്കാണ് ഒരാൾ യാത്രയെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ അഫ്ളലായിട്ട് എന്ത് ചെയ്യുക? നേരെ ചെന്ന് വീട്ടിൽ നിസ്കരിക്കണം. ഏതുപോലെ ഒരു കാര്യം കൂടി ചേർത്ത് പറയാം. ജുമുഅ നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്, അല്ലേ? ജുമുഅക്ക് ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറയാം, പള്ളിയിലാണെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കണം. എങ്ങനെ? ജുമുഅക്ക് ശേഷമുള്ള സുന്നത്ത് പള്ളിയിലാണെങ്കിൽ എന്ത് ചെയ്യണം? 4 റക്അത്ത് നിസ്കരിക്കണം. അത് വീട്ടിൽ ചെന്നിട്ടാണെങ്കിലോ 2 നിസ്കരിക്കണം.
ഹദീസുകളിലുള്ളതാണ്. പള്ളിയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ നമ്മൾ എത്ര നിസ്കരിക്കാറ്? രണ്ട് നിസ്കരിക്കാറ് പൊതുവെ. ആ നിസ്കാരം മതിയോ? ആ നിസ്കരിച്ചു എന്ന് പറഞ്ഞ തെറ്റൊന്നുമില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസുകൾ എങ്ങനെയുണ്ട്? പള്ളിയിലാണെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കണം, 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെയും 2 റക്അത്ത് നിസ്കരിക്കണം. വീട്ടിൽ വെച്ചാണെങ്കിലോ അത് 2 റക്അത്തായി നിസ്കരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്ന കാര്യമാണ്. സഹോദരങ്ങൾ, ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഹദീസ് ഉണ്ടോന്നാ ചോദിക്കണ്ടേ? ഇത് ഇറങ്ങിക്കഴിയുമ്പോൾ എന്നോട് ചോദിക്കണം എന്റെ ഹദീസിൽ ഇങ്ങനെ. അതാണ് ഞങ്ങൾ പഠിപ്പിക്കണേ. ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ അത് ദീനാണെന്ന് ഉറപ്പിക്കേണ്ടത് അതിന്റെ ഹദീസ് കൃത്യമായി മനസ്സിലാക്കി കണ്ട് ബോധ്യപ്പെട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനെ സ്വീകരിക്കും. വീട്ടിൽ പോയി ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും. അതല്ലെങ്കിൽ പള്ളിയിൽ വെച്ച് നിസ്കരിക്കണമെങ്കിലോ ഞാൻ 4 ആയിട്ട് നിർവഹിക്കും എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. വളരെ സുതാര്യമായ മതല്ലേ? ഇതിനെ എത്ര എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ എന്ത് ചെയ്യുക? അഫ്ളലായത് അത് വീടുകളിൽ നിർവഹിക്കലാണ്. അത് ബർക്കത്ത് വീടുകളിൽ കൊണ്ടുവരാൻ പറ്റിയ കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ ഖളാ അഹദുകും അസ്സലാത ഫീ മസ്ജിദിഹി, ഒരുത്തന്റെ നിസ്കാരം പള്ളിയിൽ വെച്ചുള്ളത് നിർവഹിച്ചു കഴിഞ്ഞാൽ ഫൽയജ്അൽ ലിബൈതിഹി നസീബൻ മിൻ സ്വലാത്തിഹി, അവൻ എന്ത് ചെയ്യട്ടെ? അവന്റെ വീട്ടിലുള്ള നസീബ് പങ്കുണ്ടല്ലോ അവൻ വീട്ടിൽ വെച്ചുകൊണ്ട് നിർവഹിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ പരമാവധി നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ തന്നെ സുബഹിക്ക് എന്തെളുപ്പ അല്ലെ, തഹജ്ജുദ് നമസ്കരിക്കാൻ എഴുന്നേറ്റു, തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞു, അവിടെ ഇരുന്ന് ദുആ ചെയ്തുകൊണ്ട് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു. അൽഹംദുലില്ലാ, ബാങ്ക് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും എഴുന്നേറ്റു. എന്നിട്ട് ആ സുബഹിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ഇനിയോ വൈഫിനോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വിളിച്ച് കയ്യൊക്കെ കൊടുത്ത് ഇങ്ങനെ പോന്നു. എവിടെ? പള്ളിയിലേക്ക് പോന്നു. നടന്നു വരാൻ പറ്റുന്നവര് പരമാവധി നടന്നു വരാം അല്ലെ? സുബഹിയല്ലേ? ഡോക്ടർ പറയാൻ കാത്തുകണ്ട നടക്കാൻ. ഡോക്ടർ പറഞ്ഞ 2-3 കിലോമീറ്റർ നടക്കും. പള്ളിയിലേക്ക് കിടക്കാൻ പറഞ്ഞാലോ നമുക്ക് ദൂരെ അടങ്ങിയറാ. ഡോക്ടർ പറഞ്ഞോക്കട്ടെ, നീ നടന്നോട്ടോ, രക്ഷയില്ല കേട്ടോ, കൊളസ്ട്രോൾ ഒക്കെ പിടുത്തം വിടുന്നുണ്ട്, നടന്നു എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കും. എന്നാലും അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴേ പറഞ്ഞു, ഒതെടുത്തു പള്ളിയിലേക്ക് നടന്നോ. വലത്തെ കാലിന് പുണ്യുണ്ട്, ഇടത്തെ കാലിന് പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്. എത്ര നാളായി നമ്മൾ കേൾക്കണേ. പക്ഷെ അപ്പൊ ആ നടത്തത്തിന് ഒരു ഇടങ്ങേറുണ്ട് നമുക്ക്. ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ എന്തോരം വേണമെങ്കിലും നടന്നു. ഞാൻ പറഞ്ഞു പുണ്യം കിട്ടും. പള്ളിയിൽ വന്നു, പള്ളി കയറുമ്പോ തഹയ്യത്ത് നിസ്കാരമുണ്ട്, ആ 2 റക്അത്ത് നിസ്കരിച്ചു ഇല്ലേ? ആ പള്ളിയിലേക്ക് നടന്നപ്പോ നമ്മൾ പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിച്ചേ? അല്ലാഹുമ്മ ഇജ്അൽനി ഫീ ഖൽബി നൂറാ, സമഈ നൂറാ, ബസരി നൂറാ, തഹ്തി നൂറാ, അമാമി നൂറാ, വറാഇ നൂറാ, ഫൗഖി നൂറാ. അല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറയും പള്ളിയിലേക്ക് പോകുമ്പോൾ ദുആ ഉണ്ടെന്ന്. പള്ളിയിലേക്ക് പോകുമ്പോൾ ദുആ ഉണ്ട്. പള്ളിയിലേക്ക് പോകുമ്പോൾ ദുആ പ്രാർത്ഥിച്ചു പോകാം. അതെങ്ങനെയാണെങ്കിലും അല്ലെ, വണ്ടിക്കാണെങ്കിലോ അവിടെ ദുആ ഉണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്ര സുരക്ഷിതമായ ജീവിതമാണ് ഒരു വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. എത്ര ബർക്കത്ത്, എത്ര നന്മ. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും സഹോദരങ്ങളെ. ഇനി 6ാമത്തെ കാര്യം തന്നെ അറിയാം, ബർക്കത്തിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുവിനോട് ഇന്ന് ഇതുവരെയായിട്ട് നമ്മൾ എന്തൊക്കെ ചോദിച്ചു സഹോദരൻ? എന്തൊക്കെ ചോദിച്ചു? അല്ലാഹുവിനോട് എന്തൊക്കെ ചോദിച്ചു? ഒന്ന് ചിന്തിച്ചു, ഓരോരുത്തരൊന്ന് ചിന്തിച്ചു. ഞാൻ എന്റെ റബ്ബിനോട് ഇതുവരെ ഇത്ര നേരമായല്ലോ, ഇപ്പൊ ഈ ഒരു 1:11 നിൽക്കുന്നത് വരെ ഞാൻ എന്തൊക്കെ എന്റെ റബ്ബിനോട് ചോദിച്ചിട്ടുണ്ടാവും? ഞാൻ പറയാം അധികമൊന്നും ചോദിച്ചിട്ടില്ല. അധികമൊന്നും ചോദിച്ചിട്ടില്ല. നമ്മൾ ഇങ്ങനെ എന്നാലോ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിക്കും. ആരോടാണെന്നറിയോ? അവനോട് ചോദിക്കാത്തവരോട്. മനുഷ്യന്മാര് കോപിക്കും ചോദിക്കുന്നവരോട്. അല്ലാഹു കോപിക്കുന്ന ആരോടാ? അല്ലാഹുവോട് ചോദിക്കാത്തവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിക്കും. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ആവശ്യമായി ചോദിക്കും. അമ്പിയാക്കൾ ചോദിച്ചിട്ട് നൂഹ് നബി അലൈഹിസ്സലാം അവിടുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്നറിയോ? വഖുൽ റബ്ബി അൻസിൽനി മുൻസലം മുബാറക. അല്ലാഹുവേ റബ്ബി അൻസിൽനി, അല്ലാഹുവേ നീ എന്നെ ഇറക്കണമേ ഒരിടത്ത്. ആ ഇടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? മുബാറകൻ, അനുഗ്രഹീതമായ സ്ഥലത്ത് തന്നെ നീ ഇറക്കണേ. വഅൻത ഖൈറുൽ മുൻസിലീൻ,
നീയാണ് ഇറക്കുന്നവരിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവനെന്ന് പഠിപ്പിക്കുമ്പോ പ്രാർത്ഥിക്കുമ്പോ എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ ബർക്കത്തുള്ള സ്ഥലങ്ങളിൽ എന്നെ നീ ഇറക്കണേ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് സൂറത്ത് മറിയമിൽ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാം, വജഅലനി മുബാറകൻ ഐനമാ കുന്തു. ഞാൻ എവിടെയായിരുന്നാലും അല്ലാഹുവേ ബർക്കത്തുള്ളവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രാർത്ഥന അതാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ബർക്കത്ത് കിട്ടാൻ. അല്ലാഹുവേ ബർക്കത്ത് നൽകണേ. ബർക്കത്ത് നൽകാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അതാണ് നമ്മൾ വിത്തറിന്റെ ഖുനൂത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുമ്മഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാറക ഫീമൻ അഅതൈത്. അല്ലാഹുവേ വബാറക ലീ ഫീമാ അഅതൈത്. അല്ലാഹുവേ എനിക്ക് നീ ബർക്കത്ത് നൽകണം. ഫീമാ അഅതൈത്. രണ്ടാൾ ഉറങ്ങണം. കാര്യമായിട്ട് ഉറക്കായിട്ടുള്ളവർ നല്ല ഉറക്കത്തില. ഇത് അങ്ങനെ ഉറങ്ങണേ? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഒരു വലിയ അപകടമാണ്. വെറുതെ പറയണല്ലേ. വെള്ളിയാഴ്ചക്ക് ഇത്രയും നല്ലൊരു ദിവസത്തിൽ മിമ്പറിൽ ഖുത്ബ നടക്കുമ്പോൾ ദുആക്ക് ഇജാബത്തുള്ള സമയത്ത്, ദുആക്ക് ഇജാബത്തുള്ള സമയം അല്ലാഹു റസൂൽ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒരാള് വെള്ളിയാഴ്ച പള്ളിയിൽ വന്നു, ഇമാം മിമ്പറിൽ കയറി നമസ്കാരം കഴിയുന്നതുവരെ, ആ സമയം ഉണ്ടല്ലോ മിമ്പറിൽ കയറി നിസ്കാരം കഴിയുന്നവരെയുള്ള സമയം ഇജാബത്തുള്ള സമയം, ഉത്തരം കിട്ടുന്ന സമയം. ഹദീസുകളിലുള്ള നമുക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത് നമ്മൾ അലസന്മാരായി പോകാൻ പാടില്ല. നിങ്ങളുടെയൊക്കെ പ്രയാസം എന്താണെന്നറിയില്ല. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റി തരുമാറാകട്ടെ. ചിലപ്പോ അങ്ങനെ അറിയാതെ ഉറങ്ങിയായിരിക്കും അല്ലേ. നമ്മളൊക്കെ വലിയ സൗകര്യത്തിലാണ്. ചൂടില്ല, ഒന്നുമില്ല അല്ലെ. എസിയില് സുഖാണ്. ഇത്തപ്പന ഓലയുടെ അടിയില് സൗദി അറേബ്യയിലൊക്കെ ചൂട് വന്ന ചൂടിന്റെ അവസ്ഥ എന്താ? മണലിൽ ഇങ്ങനെ നിസ്കരിച്ച് സ്വഹാബത്തും പ്രവാചകനൊക്കെ പോയ സ്വർഗം ഉണ്ടല്ലോ അല്ലെ. ആ സ്വർഗത്തിലേക്ക് കുതിക്കണം. നമ്മളെല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ട്. നന്ദി കാണിച്ച തീരാത്തത്ര അനുഗ്രഹങ്ങൾ നമ്മൾ ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും പേടിക്കണം. അനുഗ്രഹങ്ങൾ എങ്ങനെ വരുമ്പോൾ പേടിക്കണം. അതെനിക്ക് പരീക്ഷണമായിട്ട് നാളെ ഇതിനൊക്കെ അങ്ങനെ കണക്ക് പറയൂ എന്നുള്ള ചിന്ത എന്ത് ചെയ്യണം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞത് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ വിത്തറിന്റെ ഖുനൂത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? വബാറകലി വബാരികലി ഫീമാ അഅതൈത്. അല്ലാഹുവേ എനിക്ക് നൽകിയതിൽ നീ ബർക്കത്ത് നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് മറ്റൊരു ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഅതാഉ ദീനാറൻ യശ്തരി ലഹു ബിഹി ഷാത്തൻ. മഹാനായ സ്വഹാബി ഉർവ റളിയല്ലാഹു അൻഹു, ഉർവ അൽ-ബാരിഖി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദീനാർ കൊടുത്തു. അദ്ദേഹം ആ ദീനാർ കൊണ്ട് ഒരു ആടിനെ വാങ്ങി. ഫശ്തറാ ലഹു ബിഹി ഷാത്തൈനി. അദ്ദേഹം ആ ദീനാറിന് ഒരു ആടിനെ വാങ്ങാൻ വേണ്ടിയാണ് ഒരു ദീനാർ കൊടുത്തത്. എന്നാലോ അദ്ദേഹം ഒരു ദീനാർ കൊണ്ട് രണ്ട് ആടിനെ വാങ്ങി. എന്നിട്ടോ ഫബാഅ ഇഹ്ദാഹുമാ ബിദീനാർ. അദ്ദേഹം ആ ഒരു ആടിനെ ഒരു ദീനാറിന് കൊടുത്തു. ബാക്കി എത്രയുണ്ട്? ഒരു ദീനാറുണ്ട്, ഒരു ആടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തത് ഒരു ദീനാറാണ്. എന്തിനാ? ഒരു ആടിനെ വാങ്ങാനാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ദീനാറിന് രണ്ട് ആടിനെ വാങ്ങി. എന്നിട്ട് ഒരു ആടിനെ എന്ത് ചെയ്തു? ഒരു ദീനാറിന് കൊടുത്തു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോ ഒരു ദീനാറുണ്ട്, ഒരു ആടുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് വരാം. വജഅഹു ബിദീനാരിൻ വശാത്തിൻ. ഒരു ആടും ഒരു ദീനാറും കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിലേക്ക് വന്നു. അപ്പോഴോ അല്ലാഹുവിന്റെ റസൂൽ ഫദഅ ലഹു ബിൽ ബറക. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. വകാന ലൗ ഇഷ്തറഅ തുറാബ് ലറബിഹ ഫീ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, താങ്കൾ മണ്ണാണ് വാങ്ങിയതെങ്കിലും അതിൽ താങ്കൾക്ക് ലാഭമുണ്ടാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിക്കുകയാണ്. ഇവിടെ എന്താണ് നമുക്ക് നൽകിയ പാഠം? എന്താണ്? ബർക്കത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമ്മൾ എന്ത് പറയണം? ഒരു കാര്യമാണ് ബറക്കല്ലാഹു ഫീക്, അല്ലാഹു നിനക്ക് ബർക്കത്ത് നൽകട്ടെ. അതൊരു ശീലാക്കണം. അല്ലൊരു കുട്ടി ഇങ്ങനെ വന്നു, എന്ത് ഒരു ഹെൽപ്പ് നമുക്ക് ചെയ്തു, ജസാക്കല്ലാഹു ഖൈർ, ബറക്കല്ലാഹു ഫീക്. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ശീലാക്കണം. മക്കളുടെ അടുത്ത് മക്കളൊരു ഹിദ്മത്ത് ചെയ്തും ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, അത് ഹിദ്മത്താണ്. അതൊരു സേവനമാണ്. അത് മക്കളെ പഠിപ്പിക്കണം. ഉപ്പ ഇങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഉപ്പാന്റെ ചെരുപ്പ് ഇങ്ങനെ നന്നായിട്ട് തുടച്ച് കഴുകി മിനുക്കി എന്ത് രസമായിട്ട് ഇങ്ങനെ കൊണ്ടിട്ട് ഉപ്പ ഇതിട്ടിട്ട് പോയിക്കോ, ഞാൻ കഴുകിയിട്ടുണ്ട്, മറ്റേ ചെരുപ്പ് ഇടണ്ട, ആ ചെരുപ്പ് ഞാൻ നാളെ കഴുകി വെക്കാട്ടോ. എന്തൊരു സന്തോഷം അല്ലേ? ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ബറക്കല്ലാഹു ഫീക്, അല്ലാഹു നിനക്ക് ബർക്കത്ത് നൽകട്ടെ. എന്തൊരു രസാത്, എന്തൊരു രസാ. കുട്ടികൾ ഇങ്ങനെ ചേർത്ത് പിടിക്കണം. എന്നിട്ടോ പരസ്പരം ഒരു കൂട്ടുകാരനെ പോലെ കൊണ്ടു നടക്കണം, ചേർത്ത്
പിടിച്ച് മനസ്സറിഞ്ഞ് ഒക്കെ അവരിങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഒപ്പിങ്ങനെ കൊണ്ടു നടന്നാൽ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ കേട്ടോ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, ബർക്കത്ത് നൽകാൻ വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥനകൾ അങ്ങനെ കാണാം. അതല്ലേ നമ്മുടെ കല്യാണത്തിന് വധൂവരന്മാരെ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥന? ബറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. എന്തിനാ നമ്മളെ കല്യാണം വിളിച്ചേ? നമ്മൾ വിചാരിച്ചത് എന്താണെന്നറിയോ? അവിടുത്തെ ഇറച്ചിക്ക് വേവുണ്ടോ നോക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ചോറ് നന്നായിട്ടുണ്ടോ എന്ന് അഭിപ്രായം പറയാൻ വേണ്ടിയാണ്. കാരണം എന്താ? ഈ കല്യാണം ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പറയുന്ന വർത്താനങ്ങൾ എന്താണ്? ചോറ് പോരാ, ഈ ബിരിയാണി പോരാ അല്ലേ? നിക്കാഹിന് പോലും എത്താത്ത ആൾക്കാരുണ്ട്. പറ്റാത്തോണ്ടായിരിക്കാം. ശരിക്കും എപ്പോഴാ നമ്മൾ എത്തണ്ടേ? നമ്മൾ ചോദിക്കണം നിക്കാഹ് എപ്പോഴാ? നിക്കാഹി സമയത്ത് ഇൻഷാ അല്ലാഹ് എത്താം. നിക്കാഹ് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. വലീമ ഇരിക്കില്ലേ നേരത്തെ? നിക്കാഹ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിക്കാഹ് എന്ത് ചെയ്യാ? ഐസർ, ഖൈറു നിക്കാഹി ഐസർ. അതിങ്ങനെ കേൾക്കാൻ പറ്റില്ല ചില ആൾക്കാർക്ക്. കാരണം എന്താ? ഖൈറ് നമ്മള് ഡ്രസ്സ് വാങ്ങാൻ നോക്കിയപ്പോ ലിനന്റെ തുണി തന്നെ വാങ്ങി. എന്തിനത്? നല്ല തുണിയാന്ന് വിചാരിച്ചിട്ട് അല്ലേ? പെയിന്റ് മേടിച്ചപ്പോ ഏതോ ഒരു നല്ല കമ്പനിയുടെ വാങ്ങി, പൈസ ഒന്നും നോക്കിയില്ല. കാറ് വാങ്ങാൻ പോയപ്പോഴോ അവിടെയും നല്ല ബ്രാൻഡൊക്കെ നോക്കി. ചെരുപ്പ് വാങ്ങിയപ്പോഴും നോക്കി. നിക്കാഹോ? ഖൈറു നിക്കാഹ് ഐസർ, ലളിതമായ വിവാഹം, അത് ഏറ്റവും ഖൈറാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുക. ആരെ വലീമ കൊടുക്കണ്ടേ? ആരെ കൊടുക്കണ്ട? നിങ്ങൾ ചിന്തിച്ചു വിശാലമായ വിഷയമാണ്. നമ്മളൊക്കെ പഠിക്കേണ്ട വിഷയങ്ങൾ. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ നടക്കണമെന്നല്ല യഥാർത്ഥത്തിൽ എന്ത് ദീനിന്റെ കൃത്യമായ രൂപങ്ങളൊന്നും. നമ്മൾക്കൊക്കെ പെൺമക്കളുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കല്യാണം ഞാനിങ്ങനെ കണ്ടു. എങ്ങനെയെന്ന് അറിയോ? നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കിയേ. നമ്മളിപ്പോ എന്താ ചെയ്യാ? ചെറുക്കന്റെ വീട്ടുകാര് 2-3 ബസ്സൊക്കെ വിളിച്ച് പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് അവിടെ വാപ്പ പരമാവധി അവിടെ ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി പരമാവധി എല്ലാവരും തീറ്റിച്ച് പിന്നാരിപ്പിച്ച് അല്ലെ? അങ്ങനെയല്ല ഇപ്പൊ നടക്കണേ. എന്നാ ശരിക്കും എന്താ ചെയ്യണ്ടേ? വളരെ ലളിതമായി ഒരു നിക്കാഹ് നടത്താം. പള്ളിയിൽ വെച്ചോ എവിടെ വെച്ചോ വളരെ ലളിതമായി നടത്താം. ചില ആൾക്കാർ പറയും, ഞാൻ ഹാളിലൊക്കെ വെച്ചത് ആൾക്കാരൊക്കെ ഒന്ന് ഖുത്ബ കേട്ടോട്ടെന്ന് വിചാരിച്ചാൽ ഞാൻ അവരോട് പറയും, നിങ്ങള് ഹാളിൽ വെച്ചോ, എന്നിട്ടോ നിക്കാഹ് വേറെ നടന്നോട്ടെ. നിക്കാഹിന് ഇപ്പൊ വലിയ ഖുത്ബ ഒന്നും വേണമെന്നില്ലല്ലോ. നിക്കാഹ് കഴിഞ്ഞു എന്നിട്ടോ ഹാളിൽ നല്ലൊരു കുടുംബ വിഷയത്തിൽ ഒരു ക്ലാസ്. എപ്പോ 11:30 എല്ലാവരും വരട്ടെ, 1 മണിക്കൂർ ഒരു ക്ലാസ് കൊടുത്തോട്ടെ. എന്നിട്ടോ 12:30 എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണമെങ്കിൽ കൊടുത്തോട്ടെ. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം. എന്നാലോ ആ ചെറുക്കന്റെ വീട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ വന്നിട്ട് പെണ്ണിന്റെ വീട്ടിൽ അവരുടെ വീട്ടിൽ നിന്നാണ് എല്ലാവർക്കും ഉള്ള ഫുഡ് എന്നൊരു നാട്ടു നടപ്പിലേക്കൊക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഒരു കല്യാണം എങ്ങനെ എന്നറിയോ? ചെറുക്കന്റെ വീട്ടുകാർ പറഞ്ഞു പെണ്ണിന്റെ വീട്ടുകാരോട്, ഞാൻ അങ്ങോട്ട് വരില്ല, നിങ്ങൾ പെണ്ണെ കൂടി ഇങ്ങോട്ട് പോരി, ഇങ്ങോട്ട് പോരി, നമുക്ക് എന്ത് ചെയ്യാം? ഞാനിവിടെ എല്ലാവർക്കും ഭക്ഷണം കരുതുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇവിടെ വെച്ച് നിക്കാഹ്. എന്നിട്ടോ ഞാൻ എല്ലാവർക്കും ഭക്ഷണം ഞാൻ കൊടുത്തോളാം. 10 പൈസ നിങ്ങൾ കാണാൻ. അൽഹംദുലില്ലാഹ്. അവരൊക്കെ കൂടി ഒരു വണ്ടിക്ക് പെണ്ണിന്റെ വാപ്പ പറയാ, ഞങ്ങളെങ്ങനെ ഇപ്പൊ എല്ലാവരും പോകും. ഞാനതിന് കുറച്ചു ഒരു 50 പേര് ഞങ്ങൾ വന്നോളൂ. പെണ്ണിനെയും കൊണ്ടുവന്നു. എന്നിട്ടോ നിക്കാഹ് നടന്നു. അൽഹംദുലില്ലാഹ്. ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. അവിടെ ഭക്ഷണത്തിൽ കഴിച്ചു. അവിടെ എല്ലാവരും പ്രാർത്ഥിച്ചു. ബറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. എല്ലാവരും പ്രാർത്ഥിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹളവും ഓട്ടോ യാത്രയൊന്നുമില്ല, തുള്ളിച്ചാടലില്ല. ബസ്സിൽ കല്യാണത്തിന്റെ പേരും പറഞ്ഞ് പാട്ടും വെച്ച് ഡിസ്കോ ഇല്ല, ഒന്നുമില്ല, ഒന്നും ഉണ്ടായില്ല. പിന്നെയോ 2 ദിവസം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ചെറുക്കന്റെ വീട്ടില് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? പെണ്ണിന്റെ വീട്ടിലേക്ക് വെറുതെ ഒന്ന് എല്ലാവരും കുടുംബ സന്ദർശനത്തിന് പോയി ഒന്ന് പരിചയമൊക്കെ പോയിട്ട് അൽഹംദുലില്ലാഹ് വലിയൊരു പ്രയാസമൊന്നും ഉണ്ടായില്ല, ഒരു ബഹളം ഉണ്ടായില്ല. എല്ലാവരും പറഞ്ഞു, ഓ എന്തൊരു സമാധാനം, ഒരു ഓട്ടപ്പാച്ചിലില്ല. ഞാൻ പറയാം, പെണ്ണിനും ചെറുക്കനും എന്തൊരു റാഹത്താ. ഇന്ന് 12 മണി വരെ ആ സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം കാണിച്ച് എന്തൊരു അല്ലെ, എന്താ പറയാനൊക്കെ. സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ ഒന്ന് അങ്ങനെ മറ്റുള്ളവർക്ക് കൊത്തിവലിക്കാൻ ഇട്ട് കൊടുക്കാൻ. ക്യാമറക്കാരെ ഇങ്ങനെ നിൽക്കാൻ പറയുമ്പോൾ നമ്മുടെ മോളിങ്ങനെ കൈ പിടിച്ചിരിക്കാം. എത്ര മിനിറ്റ്? 5 മിനിറ്റ്. എന്നിട്ട് അതിങ്ങനെ ഫോട്ടോ കൊടുക്കാം. സഹോദരങ്ങളെ, എത്ര വൃത്തികെട്ട ആഭാസങ്ങളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ഉമ്മത്തിൽ എത്ര വൃത്തികേടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളെ ഒരു നിലക്കും അങ്ങനെ ഒരു പ്രദർശന വസ്തുവാക്കി കൊടുക്കരുത്. സ്റ്റേജും വേണ്ട സഹോദരങ്ങൾ. എന്തിനാ? നിക്കാഹ് നടന്നോട്ട് വേണമെങ്കിൽ അതൊന്നും ഞാൻ വേണ്ടെന്ന് പറയണില്ല. ഞാൻ പറഞ്ഞത് നിക്കാഹ് നടന്നോട്ടെ, അതിനൊരു സ്റ്റേജ് ആയിക്കോട്ടെ. അതിന്റെ അപ്പുറത്തേക്ക് പെണ്ണും ആണൊക്കെ അവിടെ കയറി നിന്ന് എല്ലാവരും പെണ്ണിന്റെ കൂട്ടുകാരി വരുമ്പോൾ ചെറുക്കന്റെ ഒപ്പം ചേർന്ന് നിൽക്കുക, ആണിന്റെ കൂട്ടുകാരൻ വരുമ്പോൾ പെണ്ണിന്റെ ഒപ്പം ചേർന്ന് നിൽക്കുക.
എന്നിട്ടോ അവര് തമ്മിൽ കുശലം പറയാ, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട്. എന്തൊരു വൃത്തികേടാണ് സഹോദരങ്ങളെ, സൂക്ഷിക്കണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നന്നായിട്ട് പ്രാർത്ഥിക്കണം സഹോദരങ്ങൾ, നന്നായിട്ട് പ്രാർത്ഥിക്കണം. അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യണം? മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ തടസ്സമായ കാര്യങ്ങളൊന്നും വീട്ടിലില്ല എന്ന് ഉറപ്പുവരുത്തും. അഥവാ ഫോട്ടോ ഉള്ളിടത്ത് മലക്കുകൾ പ്രവേശിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫോട്ടോ ഉള്ളിടത്ത് മലക്കുകൾ പ്രവേശിക്കുകയില്ല. അതേപോലെ തന്നെ നായയുള്ള വീടുകളിൽ എന്ത് ചെയ്യൂല? മലക്കുകൾ പ്രവേശിക്കുകയില്ല. മലക്ക് പ്രവേശിക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെങ്ങായി ചോദിച്ചു, മലക്കുൽ മൗത്ത് പ്രവേശിക്കൂല? മലക്കുൽ മൗത്ത് എല്ലാ ഗുദാമിലും പ്രവേശിക്കും, ഒരു പ്രശ്നമില്ല. മരണത്തെ പിടിക്കുന്ന മലക്ക് അതെല്ലാത്തിലും പിടിക്കും. ഈ ഒരു പാറയുടെ ഉള്ളിൽ ഒളിച്ചിരുന്നാലും അവിടെ വന്ന് നിന്റെ മരണത്തെ പിടികൂടും, യാതൊരു സംശയമില്ല. റഹ്മത്തിന്റെ മലക്കുകൾ ഇല്ല, റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. മക്കളുടെ സ്കൂൾ ഫോട്ടോ, അപ്പാന്റെ ഉമ്മാന്റെ കല്യാണ ഫോട്ടോ, മക്കളുടെ കല്യാണ ഫോട്ടോ, ഒരു വയസ്സെടുത്തപ്പോ പുള്ളയുടെ ഫോട്ടോ എല്ലാം ഷോക്കേസിൽ ഇങ്ങനെ ഇരിക്കുക. അവിടെ ഇങ്ങനെ ബർക്കത്തുണ്ടാവുക, അവിടെ ഇങ്ങനെ റഹ്മത്തുണ്ടാകുക. അതുപോലെ തന്നെ രൂപങ്ങൾ, പാവക്കുട്ടികൾ ഒക്കെ പറ്റും. പെൺകുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? പാവക്കുട്ടികൾ അനുവദിച്ചിട്ടുണ്ട് ഇസ്ലാം. പെൺകുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി, കളി കഴിഞ്ഞാലോ അപ്പാന്റെ ഉമ്മാന്റെ ഉത്തരവാദിത്തം എന്താ? അതിങ്ങനെ എടുത്തിട്ട് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പ്രത്യേക ഒരു ഇടം വെക്കാണ്ട് അതിലേക്ക് അടച്ചു വെക്കാം. കളിക്കാൻ വേണ്ടി എടുത്തോട്ടെ, കളിക്കാൻ വേണ്ടി വീണ്ടും എടുക്കും. നമ്മൾ എന്ത് ചെയ്യണം? ഒക്കെ പുറക്കി കളി കഴിയുമ്പോ അതിങ്ങനെ എടുത്തിട്ട് അതെന്ത് ചെയ്യാ? അത് ബ്ലോക്ക് ചെയ്തു. ഇതൊക്കെ പറയുമ്പോ ഇതൊക്കെ പണ്ടത്തെ പരിഷ്കാരങ്ങളും 6-ാം നൂറ്റാണ്ടിലെ ചിന്തകളും ഒക്കെ പങ്കുവെക്കുന്നതല്ലേ എന്ന് ചോദിക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ. ഇന്നത്തെ ലിബറൽ വാദികൾ, കഴിഞ്ഞ ദിവസം ഒരു ലിബറൽ വാദി, യുക്തിവാദി പറഞ്ഞ ഉമ്മാനോടുള്ള സ്നേഹവന്റെ എന്താ പറഞ്ഞറിയോ? എന്താ പറഞ്ഞേ? ഉമ്മ നിങ്ങൾ വലിയ കളിയൊന്നും കളിക്കണ്ട, നിങ്ങൾ വലിയ കളി കളിച്ച നിങ്ങൾ പണ്ട് സാരി എടുത്തപ്പോ കുറെ ഫോട്ടോ ഒക്കെ എന്റെ കയ്യിലുണ്ട്, വയറൊക്കെ കാണിച്ചു നടക്കുന്ന ഫോട്ടോ, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യും? പബ്ലിക്കിൽ എന്റെ ഉമ്മാനെ എന്ത് ചെയ്യും? നാറ്റിക്കൊണ്ടു. എന്തൊരു സ്നേഹ! ഈ സ്നേഹമാണ് മതമില്ലാത്ത ലോകം പഠിപ്പിക്കുന്നത്. ഈ സ്നേഹമാണ് ഈ ഒരു ആധുനിക കാലത്തെ ചിന്തിക്കുന്നിടത്ത് പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ പറയുന്നത് ദീനില്ലെങ്കിലുണ്ടല്ലോ ബിഗ് സീറോയാണ്, പട്ടപൂജ്യമാണ്. ശ്രദ്ധിക്കണം, ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കൊക്കെ നമുക്ക് ഖൈറും ബർക്കത്തും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബർക്കത്ത് നഷ്ടമാകുന്ന, ലഭിക്കാൻ ഉതകുന്ന കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ വയറ് നിറയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ ഒറ്റക്കൊറ്റക്കാണ് ഭക്ഷണം കഴിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫജ്തമിഉ അലാ തആമിക്കും, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഫദ്കുർ ഇസ്മല്ലാഹ്, അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കുക. യുബാരിക് ലക്കും ഫീ, നിങ്ങൾക്ക് അതിൽ ബർക്കത്ത് ലഭിക്കും. മക്കളും ഭാര്യയും ഒക്കെ ആയിട്ട് ഒരു ദിവസത്തിൽ ഒരു നേരെങ്കിലും കഴിക്കുന്നുണ്ടെന്ന് എന്ത് ചെയ്യാ? നമ്മളൊരു ഉറപ്പ് വരുത്തും. ഒരു ദിവസത്തിൽ ഒരു നേരെങ്കിലും ഭാര്യയും മക്കളും കുട്ടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കുറെ ഉപകാരങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു സംസ്കാരം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്നത്തെ കളക്ഷൻ നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടിയൊക്കെ പണികൾ തീരാനുണ്ട്. സ്റ്റെപ്പിന്റെ അവിടെയൊക്കെ ഷീറ്റ് ഒന്നുകൂടി ക്ലിയർ ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് പണികൾ കൂടി ഏകദേശം ഒരു 10-15,000 രൂപയോളം വരുന്ന ഒരു പണിയുണ്ട്. ഒരാൾ വിചാരിച്ചാൽ അത് ഏറ്റെടുക്കാം. ഒരാൾക്ക് ആരാണ് ഏറ്റെടുക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കുന്നത്. ഇൻഷാ അല്ലാഹ് സഹോദരങ്ങൾ, ആവർത്തിച്ച് പറയുമ്പോൾ ഒരാൾക്കും പ്രയാസം ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വതക്കകളും ദാനധർമ്മങ്ങളും ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഇതൊക്കെ ഒരു തണലാണ്. സ്വതക്ക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തണലാണ്. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു
എല്ലാവിധ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനനുസരിച്ച് ജീവിച്ച് മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ അല്ലാഹുമ്മ أجرنا من النار. ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.